ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. എന്താ വെച്ചാൽ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും കൂടിയിട്ട് ഇന്ന് തേജുവിന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3 ദിവസം അടുപ്പിച്ച് മഴ കാരണം അവർക്ക് ലീവ് വന്നുല്ലോ. അപ്പോൾ ഇന്ന് ക്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വിൻഷാട്ടിന് ഇന്ന് ലീവാട്ടോ. സാധാരണ സെക്കൻഡ് സാറ്റർഡേ പറഞ്ഞാൽ എനിക്ക് ഞായറാഴ്ചത്തേക്കാൾ കൂടുതൽ ഇഷ്ടം സെക്കൻഡ് സാറ്റർഡേയാണ്. കാരണം സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ വിൻഷാട്ടിനും തേജും ഉണ്ടാവും. പിന്നെ പിറ്റേ ദിവസം സൺഡേ ആണ്. അപ്പം പിന്നെ അന്നും ലീവാണ്. സൺഡേ ലീവ് കിട്ടിയാലും പിറ്റേ ദിവസം മൺഡേ അല്ല, അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ ഒരു പ്രത്യേകത ഫീലാട്ടോ. അപ്പം ഇന്ന് തേജപ്പന് ക്ലാസ് ഉണ്ട്, തേജ് പോവും, ഞാനും ഇൻഷാട്ടും ഉണ്ട്. അപ്പം എനിക്ക് എന്താ പ്ലാൻ വെച്ചാൽ ഇൻഷായിട്ടുള്ള ദിവസമാണ് എനിക്ക് കൊളാബറേഷൻ്റെ എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ദിവസം കൊണ്ട് ഒരുവിധം വീഡിയോസൊക്കെ കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവെ കാണാൻ മുന്നോട്ട് എങ്ങനെയാണ് ഇനി ഇൻഷാട്ടിൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ് ബാക്കിയൊക്കെ ഇരിക്കുക. അപ്പം എന്തായാലും പണികൾ വെച്ചാൽ ഉച്ചത്തേക്കുള്ളതൊന്നും ആക്കിയിട്ടില്ല, രാവിലത്തെ ചായക്കുള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കുളി കഴിഞ്ഞ് വന്ന് തേജുവിന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോകട്ടെ ചെയ്തിന്. കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് കൊളുത്തണം, തേജുവിനെ വണ്ടി കയറ്റി വിടണം, പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കണം, പിന്നെ വീഡിയോസ് അങ്ങനെയാട്ടെ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും തേജുവിനെ കാണിച്ചു തരാം. അച്ഛനെ കൂട്ടിയിട്ട് അമ്പലത്തിക്കോ? അച്ഛൻ എണിച്ചിട്ടില്ലേ? കണ്ടോ തേജു ചായ കുടിക്കാണ് കേട്ടോ. കഴിഞ്ഞു. ഇന്ന് എന്തായിരുന്നു തേജുവോ? എന്തായിരുന്നു ഒന്ന് കറി, മസാലക്കറി, മുട്ടക്കറിയാണ്. നിനക്ക് മുട്ട ഇട്ടിട്ടില്ല, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിനി വിളക്ക് കൊളുത്താണ്ട് കേട്ടോ. തേജു ടി വി ആണ് നടന്നു, ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ഓഫാക്കിയതാണ്. പിന്നെ അതേ മിൻചേട്ട ഉറങ്ങാണ് കേട്ടോ. മിൻചേട്ട ഈ ദിവസം കുറച്ച് വൈകിട്ടേ നീക്കുള്ളൂ. എന്താന്ന് ഉണ്ടാക്കിയേക്കണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതേ ഇന്ന് തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറിയായിട്ടൊക്കെ വെച്ചേക്കണ്. പക്ഷെ മുട്ട ഇട്ടിട്ടില്ല. മുട്ട തേജുവിന് സ്കൂളിലേക്ക് കൊടുത്തയക്കണം. അതുകൊണ്ട് ഞാൻ തേജു പോയിട്ട് ഇതേ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അവനിപ്പോൾ മുട്ട വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുട്ട പുഴുങ്ങി വെച്ചു, ഞങ്ങൾ കഴിക്കാറാവുമ്പോൾ ഇടാച്ചിട്ട്. പിന്നെ അതേ പൂരി കേട്ടാ, പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ചായ വെച്ചിട്ടില്ലേ, ചായ കൂടി വെക്കാണ്ടേ. പിന്നെ അതേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നറിയോ പൊട്ടിയത്? ഇത് അപ്പുറത്ത് നമ്മുടെ ഫിൽറ്റർ ഇല്ലേ, വാട്ടർ ഫിൽറ്റർ വെക്കുമ്പോൾ പ്യൂരിഫൈഡ് വാട്ടർ ഫിൽറ്റർ വെക്കില്ലേ, അത് വെക്കുമ്പോൾ അവിടെ നിന്ന് ഡ്രിൽ ചെയ്തപ്പോൾ ഇവിടെ പൊട്ടി. കുഴപ്പമില്ല, നമ്മളിവിടെ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അതാണ് പ്ലാൻ കേട്ടോ. ഇവിടെ എനിക്ക് ഓപ്പൺ ആക്കണം എന്നുണ്ട്, എന്നിട്ട് സ്റ്റൗ ഇങ്ങോട്ട് ആക്കണം എന്നുണ്ട്. പിന്നെ അതെ ഇതാ ഇങ്ങനെ. ഇനി ഞാൻ വേഗം വിളക്കോളത്തട്ടെ കേട്ടോ. ഞാൻ രാവിലെ എണിച്ചിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ കൈയൊക്കെ കഴുകിയിട്ട് നേരെ ഇതേ വിളക്ക് കൊളുത്താനായിട്ട് പോണത്. രാവിലെ എടുക്കാഞ്ഞത് വേറെ ഒന്നല്ല, കാരണം ഞാൻ തേജുവിന് എന്തായാലും കുറച്ച് വൈകിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ല. അതായത് കറി വെച്ചു, പൂരി ഉണ്ടാക്കി, അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ തന്നെ വീഡിയോ എടുക്കണം വെച്ചിട്ട് എടുക്കാഞ്ഞതാണ്. അങ്ങനെ ഇതേ വിളക്കൊക്കെ കൊളുത്തി ഇനി നമ്മുടെ തേജുവിനെ പുറപ്പിടിക്കണം. അതും ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തേ പുറപ്പിടിച്ചിട്ട് വേഗം അവനെ വണ്ടി കയറ്റാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ ഇൻ ചെയ്ത് കൊടുത്താലും കുട്ടിക്കൊരു പരിപാടിയാണ് കേട്ടോ. വണ്ടി കയറണ വരെ അവൻ്റെ വക ഒരു ഇഞ്ചിയിലുണ്ടാവും. ഇതിങ്ങനെ ചുരുട്ടി 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 കയറ്റി കൊണ്ടുപോകും. അവൻ ഈ ഡ്രസ്സ് ചുളിയാൻ പാടില്ല, അതാണ് കേട്ടോ ഈ ചുരുട്ടണത്. നിന്നിട്ട് അങ്ങനെ വണ്ടി കയറ്റി വന്നതിന് ശേഷം ഇതേ അവൻ്റെ പ്ലേറ്റിൽ തന്നെ ഒരു പൂരിയും കണ്ടോ, അല്ല പൂരിയല്ല കറി ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അതിൽ തന്നെ എടുത്തു കേട്ടോ. പൂരിയും മുട്ടക്കറിയും കൂട്ടിയിട്ട് ഞാനിതേ വേഗം കഴിച്ചു. ഇന്ന് ഞാൻ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്നും അമ്പലത്തേക്ക് പോകില്ല, പക്ഷെ എനിക്ക് ഗ്യാപ്പ് കിട്ടുന്ന രീതിയിലൊക്കെ ഞാൻ പോകാൻ നോക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നെന്താ വെച്ചാൽ വിൻഷാട്ടിനുണ്ട്, പിന്നെ പണികൾ കുറേ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് മിത്രേച്ചിയുടെ അടുത്തേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോസ് എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള കാരണം ഞാൻ വേഗം അവനെ കൊണ്ടാക്കി വന്ന് ചായ കുടിച്ചിട്ട് വേഗം തുണിയൊക്കെ തോരട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാച്ചിട്ടാട്ടോ. കാരണം ഇനി അവൻ വരുമ്പോഴേക്കും തിരിച്ച് വരണമല്ലോ. നമ്മൾ എങ്ങടെയും പോവാച്ചാൽ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, തേജ് വരുമ്പോഴേക്കും വേഗം തിരിച്ചെത്തണം, 4:30 4:45 ആകുമ്പോഴേക്കും വീട്ടിലെത്തണം വിചാരിച്ചിട്ടാണ് പോവുക. അപ്പോൾ പിന്നെ പരമാവധി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാട്ടോ നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ പിടിച്ചതിന് ശേഷം ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ഇതേ തോരടാനായിട്ടാണ് നോക്കണത്. പിന്നെ ഇതേ വിൻഷേട്ടൻ നീച്ച് വന്ന് ഇതേ പല്ലേപ്പും കാര്യങ്ങളൊക്കെ വേണ്ടി ഇതേ ചായ കുടിക്കാൻ നോക്കുക. തേജുവിന് രാവിലെ കൊടുക്കുമ്പോൾ അവന് മുട്ട വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. ഞാൻ എപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോഴും 4 എണ്ണം വെച്ച് ബോയിൽ ചെയ്യും. ചില സമയത്ത് തേജുവിന് വേണമെന്ന് പറയും, ചില സമയത്തല്ല അവനായിട്ട് ബോയിൽ ചെയ്യും, പക്ഷെ ചില സമയത്ത് അവന് വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് പറയുന്നത് നമ്മുടെ വിൻഷേട്ടനാണ് എക്സ്ട്രാ കിട്ടുക. അപ്പോൾ അതാണ് കേട്ടോ 3 മുട്ട. അപ്പോൾ ഞാൻ കളിയൊക്കെ 3 മുട്ടയ്ക്ക് കഴിക്കുക എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതേ പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് ഇനി വല്ലപ്പുഴയ്ക്കാട്ടോ പോണത്. ചായ കുടി കഴിഞ്ഞിട്ട് വേഗം ഡ്രസ്സ് മാറി കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഇനി വല്ലപ്പുഴ പോകണം. അപ്പോൾ
അതിന് പുറപ്പെട്ടിട്ടാട്ടോ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ചുരിദാർ നിങ്ങൾക്ക് മനസ്സിലായോ, ഞാൻ റിവ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സാധനം ഷേപ്പാക്കി കൊടുത്തിട്ടിട്ടു. മറ്റേത് ഷേപ്പാക്കി, പക്ഷേ അതിൻ്റെ സ്ലീവൊക്കെ എനിക്ക് കുറച്ച് ലൂസ് പോലെ, ഇങ്ങനെ കുറച്ച് ലൂസൊക്കെയാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആക്കിയിട്ട് ഇടണം. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടല്ല. ഇതും അതെ കേട്ടോ, സ്ലീവ് കുഴപ്പമില്ല, പക്ഷെ മറ്റേ സ്ലീവ് ഇത്തിരി കൊണ്ട് ലൂസ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ ഇത് എടുത്തിട്ടു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മിത്രച്ചിക്കൊക്കെ ചെന്നപ്പോൾ അവിടെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ വിൻഷേട്ടനെ കാത്തിക്കുക കേട്ടോ. വിൻഷേട്ടൻ അതേ പുറപ്പെട്ട് ഇറങ്ങേണ്ട, എന്നോട് വീഡിയോ എടുക്കാൻ പറയുന്നുണ്ട്. കറക്റ്റ് നേരത്ത് മഴ പെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഡ്രസ്സ് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ധാവണി. ഇതേം കൂടിയും വീഡിയോ എടുക്കാണ്ട് കേട്ടോ. പക്ഷെ ഈ മഴ കാണുമ്പോൾ ചതിക്കുമെന്നൊരു സംശയമുണ്ട്. ഈ ഡ്രസ്സിന്റെ വീഡിയോ എടുക്കാട്ടെ, എന്നിട്ട് ടാഗ് ചെയ്യേ. നല്ല അടിപൊളി ഡ്രസ്സ്, ടാഗ് ചെയ്യട്ടെ എന്തായാലും. അപ്പം നമ്മുടെ വണ്ടി സുധിച്ചേച്ചിയുടെ വീട്ടിലാലും ഇടുന്നത്. അപ്പം അതെടുക്കാൻ പോകുന്നുണ്ട്. ഇനി വിൻഷേട്ട് അവിടെ പോയിട്ട് എടുത്ത് വരണം. വണ്ടി നമ്മൾ അതുപോലെ രാത്രിയൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴാണ് സുധിച്ചേച്ചിയുടെ അവിടെ ഇടില്ല. കാരണം അവർക്ക് എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ നമ്മളൊരു ബുദ്ധിമുട്ടാവേണ്ട വെച്ച് ഗേറ്റ് തുറക്കാൻ നിൽക്കില്ല, നേരെ നമ്മുടെ വീട്ടിലായിട്ടാണ് കൊടുന്നിടുക. അങ്ങനെ കൊടുന്നിടുമ്പോൾ പിറ്റേ ദിവസം വീഡിയോ എടുക്കുമ്പോഴാണ് നിങ്ങൾ മഴയത്ത് വണ്ടി എടുക്കുന്നത് കാണാറ്. പക്ഷെ നമ്മൾ അപ്പോഴെ തന്നെ വണ്ടി അപ്പുറത്ത് കൊണ്ടിടുകയും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ ഉണ്ട്, പുറത്ത് ഭയങ്കര മഴയാട്ടോ. അപ്പോൾ അതാണ് തൊട്ട് എൻ്റെ അടുത്ത് പറയണത്, വണ്ടികളുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റിയില്ല, മിണ്ടാണ്ട് വീട്ടിലിരിക്കേണ്ടിരുന്നോ. നല്ല മഴയാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് യാതൊരു ഇതുമില്ല. എന്തായാലും മിത്രേച്ചിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് സ്പാ ചെയ്യാനാട്ടോ ഞാൻ പോണത്. കാരണം ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ സ്പാ ചെയ്തിട്ട്. അപ്പോൾ സ്പാ ചെയ്യാനാണ് പോണത്. പിന്നെ അവിടെ എത്തിയിട്ട് എന്താ പറയുക, ഞാൻ വിചാരിക്കുന്നത് സ്പാ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് ധാവണിയുടെ വീഡിയോ എടുക്കാനാണ്. പക്ഷെ മഴ ഉണ്ടെങ്കിൽ നടക്കില്ല, മഴ ഇല്ലെങ്കിൽ എടുക്കും എന്തായാലും. അപ്പം എന്തായാലും നോക്കട്ടെ, പോയി നോക്കട്ടെ എന്താ പാട് നോക്കണം. മഴ കുറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ അതങ്ങോട്ട് ഫിനിഷ് ചെയ്ത സമാധാനമായി. കാരണം കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല വീഡിയോ എടുക്കാൻ, അതാണ് പ്രശ്നം. അപ്പം എന്തായാലും ഇന്നിപ്പോ ഇങ്ങനെ മഴ നിൽക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ. കാരണം ഇന്നലെ ഒരു വെയിൽ വന്നു, മഴ ഇങ്ങനെ വന്നിട്ടും പോയിട്ടും നിൽക്കുക, നിർത്താണ്ട് പെയ്യണില്ല. അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ. ഇനി അവിടെ എത്തിയിട്ട് മിത്രേച്ചിയുടെ അടുത്ത് എത്തിയിട്ട് കാണാട്ടോ. അപ്പം ഞങ്ങൾ പട്ടാമ്പിയാണ് കേട്ടോ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാറ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഒരു കംഫർട്ടർ എടുക്കാണ്ടായിരുന്നു. അതെടുത്തിട്ട് നേരെ വണ്ടിയിൽ വെച്ചിട്ടോ. ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ നേരെ ഉണ്ടാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെടുത്തിട്ട് നമ്മൾ നേരെ വല്ലപ്പോഴും എത്തിന് വിൻഷേട്ടൻ വണ്ടി ഒരു സൈഡിൽ കൊണ്ടിടും. ഞാൻ നേരെ മിത്രേച്ചിയുടെ അടുത്തേക്കായിട്ട് ഓടുന്നത്. നമ്മുടെ മിത്രേച്ചിയുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി വല്ലപ്പുഴ ഇല്ലേ, വല്ലപ്പുഴ ആ ഒരു റെയിൽവേ ഗേറ്റില്ലേ, റെയിൽവേ ഗേറ്റ് ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പള്ളി ഉണ്ട്. ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ വരിക. അടിയിൽ ഒരു എന്താ പറയുക മന്തി അൽഫാമൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ നേരെ മുകളിലാണ് ചേച്ചിയുടെ ഷോപ്പ് വരുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്നാട്ടോ മന്തിയൊക്കെ ഇടയ്ക്ക് കഴിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് നോക്കി തന്നെ പക്ക റോഡ് സൈഡാണ് കേട്ടോ. പിന്നെ ഇത് ചേച്ചിയുടെ ഷോപ്പിൽ വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പേപ്പറിൽ പേരും നമ്പറൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ ഓണത്തിന് ചേച്ചി നറുക്കെടുപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് പോലെ എന്തോ തരാനൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് ഇൻസ്റ്റഗ്രാമിലും കൂടി ഒരു ഗിവ് അവേ വെക്കാൻ ചേച്ചി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും ആ സമയത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതിവിടെ വരുന്ന കസ്റ്റമേഴ്സിനുള്ളതാണ് ഒരു ഗിഫ്റ്റ്. അതും ഓണ സെലിബ്രേഷനൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ ഷോപ്പിൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളും പോകുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യണത് ഷോപ്പിൽ. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തേ സ്പാ ചെയ്യാൻ കിടന്നിട്ടുണ്ട്. ഈ സ്പാ ചെയ്യലെന്ന് പറയുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ ആണ് കേട്ടോ. കുറേ പേര് ഈ സ്പാ ചെയ്യണതൊക്കെ വീഡിയോ ഇടുമ്പോൾ കുറേ പേര് വന്ന് പറയുന്നതാണ്, ഓ പൈസ ഉള്ളവർക്ക് പലതും ചെയ്യാം, പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങളെന്താ അങ്ങനെ പറയണത്? പൈസ ഉള്ളവർക്ക് എന്നുള്ളതില്ല. ഇത് നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെയാണ്. അതിനിപ്പോൾ ഇത് എൻ്റെ ഓരോ പ്രഹസനങ്ങളാണ് കേട്ടോ. എനിക്കിങ്ങനെ വലിയ പൊട്ട് തൊട്ടിട്ട് കുരു തൊടുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ അങ്ങനെയല്ല, നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട. ഇത് എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ട്രീറ്റഡ് ഹെയർ ആണ്. അതുകൊണ്ട് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് മന്ത്ലി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴേലും മാക്സിമം എനിക്ക് സ്പാ ചെയ്യണം. എങ്കിലും എനിക്ക് എൻ്റെ ഹെയർ ഒന്ന് എന്താ പറയുക, ഒന്ന് ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് കെയർ ചെയ്യണ്ടേ. ഞാൻ ആകെ കൂടി കെയർ ചെയ്യണത് ഈ ഒരു സ്പാ ചെയ്തിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് പിന്നെ വല്ല സീറോ ഓയിലൊക്കെ തേക്കാറുണ്ട്, അങ്ങനെയൊക്കെ തന്നെ ഞാൻ കെയർ ചെയ്യാറുള്ളൂ. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് ഈ അടിയിൽ നേരെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടുത്തെ അവിൽ മിൽക്ക് മസ്റ്റാണ്. അപ്പോൾ ചേച്ചി അത് എപ്പോൾ വന്നാലും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇത് മസാജ് കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. അത് മസാജ് കഴിഞ്ഞിട്ട് എനിക്കിതേ ചൂട് ഇതിൻ്റെ ഈ ഒരു കവർ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ തലയിൽ നല്ല ആവി പോലെ കേട്ടോ, ഭയങ്കര ചൂടെടുക്കും. മെയിനായിട്ട് ഡാൻഡ്രഫിനുള്ള ഏറ്റവും വലിയ ട്രീറ്റ്മെൻ്റ് ആട്ടോ ഈ ഒരു. കുറേ പേര് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഈ ഒരു സ്പാ ചെയ്യേണ്ട റേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു 1
10K എബവ് വരാറുണ്ട്. ചില ഷോപ്പിലൊക്കെ 700, 800 ആ റേഞ്ച് വരും. അപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് എന്താ ചിലയിടത്ത് ഇത്ര കുറവ് ചിലയിടത്ത് ഇത്ര കൂടുതലെന്ന്. അതെന്താണെന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടാട്ടോ ഇതിന്റെ റേറ്റ് വരിക. എങ്ങനെയായാലും ഒരു 1000 റേഞ്ചിൽ ഏകദേശം വരും കേട്ടോ. ഞാൻ സ്പാ ചെയ്യണത് എൻ്റെ ഹെയർ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ 3 മാസം കൂടുമ്പോഴാണ് ചെയ്യുക, ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ ചെയ്യും. അത് എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിൻഷാഡിന് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടേ മുഖത്തൊക്കെ നല്ല ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി എന്തോ ഡീറ്റാൻ്റെ ഒരു ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിൻഷാട്ട് അന്ന് ഹെയർ കളർ ചെയ്തത് ഒരുമാതിരി മഞ്ഞ പെയിന്റ് അടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഹെയറിലുള്ള ഒരു കളർ ചെറുതായിട്ട് കേട്ടോ 2 ഇഴയിൽ അടിക്കണം പറഞ്ഞിട്ടത് 2 ഇഴയിൽ മാത്രം അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഫ്രണ്ടത്തെ കുറച്ച് മുടി മാത്രം നനച്ചു കൊടുത്തിട്ടുണ്ട്. വിൻഷാട്ടിന് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് അറിയാം, ഹെയർ കളർ. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഹെയർ കളർ ചെയ്യാന്ന് പറയണത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ തേജുവിനും ഭയങ്കര ഇഷ്ടമാണ്. വെക്കേഷനായി ഹെയർ കളർ ചെയ്യാൻ വേണ്ടി കാത്തിട്ടാട്ടോ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ പൈസ ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു അസുഖം വന്നാൽ നമുക്ക് പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കാനും അത് വാങ്ങാനും ശ്രമിക്കില്ല. അപ്പം ഞാൻ അതുപോലെ ആയിട്ടാ കാണണത്. പിന്നെ ഞാൻ ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയ പരിപാടിയല്ല. ഞാനൊരു 4 വർഷം മുന്നേ തൊട്ടേ ഹെയർ സ്പാ ചെയ്യാറുണ്ട്. അതായത് എൻ്റെ മുടി ഓൾറെഡി ഹെയർ സ്മൂത്തനിങ് ഫുൾ ഹെയർ ചെയ്ത കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്പാ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത കാരണം ഇങ്ങനെ പബ്ലിക്കിൽ കാണിച്ചിരുന്നില്ല. നമ്മൾ പോവും ചെയ്യും വരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ യൂട്യൂബ് യൂസ് ചെയ്യണ കാരണം ഞാനിങ്ങനെ അതും ഒരു കണ്ടന്റ് ആക്കി ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഹെയർ സ്പാ ചെയ്യണത്. തേജു വരുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പം അതിനാണ് നമ്മൾ ഇപ്പോൾ വേഗം പോകുന്നത്. ഇപ്പം 4:10 ആയിട്ടാണ്. 4:10 4:00 ആകുമ്പോഴേക്ക് എത്തണം. 4:40 കണ്ടാണ് അവൻ വരിക കേട്ടോ. അപ്പം അപ്പോഴേക്ക് എത്തണം. പിന്നെ ആരും ആദർശ അമ്മയ്ക്കതേ വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് വൈകിട്ട് അവരും കൂടി ഉണ്ടായിരിക്കും. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അതാണ് പണി. അപ്പൊ എന്നാ അങ്ങനെ വീടെത്തി. ഞങ്ങൾ വിചാരിച്ച പോലെ കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം നല്ല ബ്ലോക്ക് പറഞ്ഞാൽ നല്ല ബ്ലോക്ക്. നമ്മുടെ പട്ടാമ്പി കോളേജില്ലേ, കോളേജിൻ്റെ അവിടെ നിന്ന് പിടിച്ചത് തേജുവിൻ്റെ സ്കൂൾ വേറെ ബ്ലോക്കായിരുന്നു. ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ ബ്ലോക്ക് പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ തേജുവിനെ അപ്പുറത്ത് ബീനേച്ചി ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വിൻഷേട്ടനോട് പറയുകയാണ്, ഫസ്റ്റ് ടൈമാണ് തേജു ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാനില്ലാണ്ടാവണത്. അതായത് എന്നും ഇപ്പം ഈ 3 വർഷമായില്ലേ പോണി, 3 വർഷം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പഠിക്കുന്നവനെ ഇറക്കട്ടെ പതിവ്. ആദ്യമായിട്ടാണ് അവൻ വരണ നേരത്ത് ഞാനില്ല, അവ അപ്പുറത്തിരിക്കണത് കേട്ടോ. അപ്പം ഞാൻ എത്തണ വരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഏകദേശം 4:30 ഇപ്പം തന്നെ മനസ്സിലായിട്ടാ എന്തായാലും നമുക്ക് ആ സമയത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പം തന്നെ ഞാൻ ബീനേച്ചിനെ വിളിച്ചു വിട്ടാ, തേജുവിനെ ഇറക്കിക്കോളൂ, അവിടെ ഇരുത്തിക്കോ, ഞങ്ങളൊരു 10-15 മിനിറ്റ് കൊണ്ട് എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേ കുട്ടി അവിടെ എത്തി, ഞാൻ ചായ കുടിച്ചു എന്നൊക്കെയായിട്ട് പറയണത്. പിന്നെ അതേ കുറച്ചേരം ഏട്ടന്മാരുടെ കൂടെ അവിടെ ഇരുന്ന് കളിച്ചു എന്നും പറയണ്ടേ. സാധാരണ അവരുടെ കൂടെ അല്ലേ ഇത് കഴിഞ്ഞ് വന്നാൽ കളിക്കാൻ പോവാറ്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം കളിക്കാൻ പറ്റിയല്ലോ. വീട്ടിലെത്തിയിട്ടാ. ഇനി എന്താ വെച്ചാ അടിച്ചുവരിട്ട് തുടയ്ക്കണമെന്ന്. ഞാൻ ഇന്ന് രാവിലെ അടിച്ചുവരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനി തുടയ്ക്കണം. ഞാനിപ്പോൾ കുറേ ഇടയ്ക്ക് ഇട്ടാ വൈകുന്നേരം തുടച്ചിടും, രാവിലെ അടിച്ചുവരെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുണ്ട്, ഒന്ന് സെറ്റാക്കാണ്ട് കേട്ടോ. ഇച്ചുട്ട വീഡിയോ കോൾ ചെയ്തിട്ട് തേജിച്ചാട്ടിനെ എവിടെ ചോദിച്ചു. വിൻഷാട്ടിനും തേജും കൂടിയിട്ട് കിച്ചുട്ടം വരണമെന്നില്ല. നീ കേട്ടതില്ലേ. അപ്പോൾ വിൻഷാട്ടിനും തേജും കൂടെ മുടി വെട്ടാനൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്. പിന്നെ ഞാൻ മുറ്റടിക്കാൻ നിന്നു കേട്ടോ. മുറ്റടിക്ക് അടിച്ചൊരു തുടക്കി, അതും കൂടി എനിക്ക് ഉണ്ടായിരുന്നു പണി. അപ്പോൾ മുറ്റം വേഗം അടിച്ചു. ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രം കേട്ടോ, കാരണം നമ്മുടെ വണ്ടി ഇട്ടിടുന്നില്ല. അപ്പോൾ അത് എടുത്തപ്പോൾ കുറച്ച് കരടൊക്കെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ അടിച്ചെടുത്ത് ഒന്ന് മുറ്റം ക്ലീൻ ആക്കിയിട്ട് പിന്നെ അടിച്ചൊരു തുടച്ചിട്ടു. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് നമ്മുടെ തേജുട്ടനാട്ടോ എനിക്ക്. പിന്നെ തേജുവിൻ്റെ മുടി വെട്ടാൻ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ മുടി വെട്ടാൻ പോകാൻ പറ്റിയില്ല. വിൻഷാട്ട് അപ്പോഴേക്കും വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ വിൻഷാൻ്റെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും കുറേ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വേറെ ദിവസം വെട്ടാൻ ഇനി പോകണമല്ലേ വരുന്നത്, ഓണം അവൻ്റെ സെലിബ്രേഷൻ്റെ ടൈമിൽ വെട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ വെച്ച്. പിന്നെ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കണം. കറക്റ്റ് നേരത്തായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 8 മാസം കറക്റ്റ് പറയുക 9-8, അതായത് ഈ വരുന്ന നവംബർ ഉണ്ടല്ലോ, നവംബർ മാസം വരിക വെച്ചാൽ കറക്റ്റ് ഒരു കൊല്ലാവട്ടോ അമ്മ വീട്ടിലേക്ക് വന്നിട്ട്. അമ്മ വിളക്കിന് ഇവരുടെ കെട്ടുന്നറില്ലേ ആ ഒരു സമയത്തായിട്ടാണ് വന്നിട്ട് ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആര്യയുടെ ഡെലിവറിയുടെ തിരക്കും എല്ലാം കൂടി വന്നവർ മൊത്തത്തിൽ അമ്മ ഒരു തിരക്കിൽ വെട്ട പോലെയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മുന്നേന്ന് പറയുമ്പോൾ
ആര് കോഴിക്കോടായിരുന്നല്ലോ. ആര് കോഴിക്കോടും ഞാൻ ഇവിടെ, അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് അവിടെയല്ലേ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാൻ തോന്നുമ്പോൾ അങ്ങനെ വരാൻ പറ്റിയായിരുന്നു കേട്ടോ. അച്ഛനായാലും അമ്മയ്ക്കായാലും. ഇതിപ്പോൾ കിച്ചുട്ടനും ഇവരെല്ലാവരും കൂടി ആയതുകൊണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കിച്ചുട്ടനെയൊക്കെ നോക്കേണ്ട പ്രായമല്ലേ, ചെറുതല്ലേ. അപ്പോൾ പിന്നെ അമ്മ അങ്ങനെ റിസ്ക് എടുത്തിട്ടില്ല. പിന്നെ ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാലോ ചെയ്യാറ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ കാണുമ്പോഴേ വീട്ടിലേക്ക് വരാനായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിടുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നായിട്ട് ഒരു പ്ലാൻ ഇട്ടത്. ഇവർ വിളിക്കുകയാണ് എവിടെ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഒരു രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ വിളിക്കുമ്പോൾ അവർ അപ്പം ഇറങ്ങാച്ചിട്ടായിരുന്നു. ഞാനാണെങ്കിൽ മിത്രേച്ചയുടെ വീട്ടിലേക്ക് പോവാലോ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വിളിക്കണ്ടേ, ഞാൻ അങ്ങനെ മിത്രേച്ചയുടെ അവിടേക്ക് പോവാണ്, ഇതവിടെ എത്താറായി എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ അവർ രാത്രിക്ക് എത്താം, നിങ്ങൾ എത്തുമ്പോഴേക്കും വരാമെന്നും പറഞ്ഞിട്ട് രാത്രിക്ക് വരാനുള്ള പ്ലാൻ ആക്കിയിട്ടാണ്. പിന്നെ അപ്പുറത്തുനിന്ന് ഇതേ സുതേച്ചി ഉണ്ണീനെ കണ്ടപ്പോൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുതേച്ചിയോട് വർത്താനം പറയുകയാണെങ്കിൽ ചെക്കനെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ സുതേച്ചിയോട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തേജൂട്ടനാണെങ്കിൽ കുറച്ച് എക്സൈറ്റ്മെന്റിലാണ് നിൽക്കണത്. പിന്നെ ഞങ്ങൾ സുതേച്ചിയോട് സംസാരിക്കല്ലേ. അപ്പോൾ ഇവനാണെങ്കിൽ നിലത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ടാ തേജു മുകളിൽ നിൽക്കണത്. എന്താ വെച്ചാൽ ഈ ഒരു നേരമായി കഴിഞ്ഞാൽ പുഴു ഇല്ലേ, തേരട്ടപ്പുഴു ഇങ്ങനെ നിലത്ത് കൂടെ നടക്കും. അപ്പോൾ അവനെ ഇടയ്ക്ക് ചെരുപ്പിടാണ്ട് ഇറങ്ങാൻ പേടി. ഒരെണ്ണത്തിനെ കണ്ടാൽ മതി, അപ്പോൾ അവൻ മുറ്റത്തേക്ക് ഇറങ്ങില്ല. ഒന്നും ഇല്ലെങ്കിൽ അവൻ ഇറങ്ങി നടക്കും. പക്ഷെ ഒന്നിനെ കണ്ടാൽ അപ്പം മുറ്റത്തേക്ക് ഇറങ്ങാനേ വരില്ല കേട്ടോ. അപ്പോൾ അതാട്ടോ അവിടെ അങ്ങനെ നിൽക്കണത്. പിന്നെ ഇതേ അമ്മ ചോറും അതുപോലെ തന്നെ മോരുകറിയും വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായയല്ല കാപ്പിക്കുള്ള വെള്ളാട്ട വെക്കണത്. അപ്പോൾ എല്ലാവരും ഉള്ള കാരണം തന്നെ നമ്മുടെ വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ വിൻഷേട്ടനും ആദർശൂരും കൂടിയിട്ട് കടയ്ക്ക് പോകട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു എന്ന്. അപ്പം നാം എന്തായാലും ഒരു വന്നൂല്ലോ, എന്നാൽ ആദർശനെയും കൂട്ടി പോവാന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്തിട്ട് ഇതേ പോവാണ്. അപ്പോൾ വേറെ ഒന്നല്ല കേട്ടോ, ചിക്കനും മീനോട്ടെ ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നാളത്തേക്കും ഒക്കെ സെറ്റാക്കണ്ടേ, അപ്പോൾ അതൊക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആദർശാണെങ്കിൽ പെട്ടൂന്നായിട്ടോ. വിൻഷേട്ടൻ്റെ പിന്നാലെ നടന്ന് വീഡിയോ എടുത്ത് കൊടുക്കണം. അപ്പോൾ വിൻഷേട്ടൻ അങ്ങനെ പറയാം, ഞാൻ വണ്ടിയുമ്പോൾ കയറുമ്പോൾ കറക്റ്റായിട്ട് എടുക്കണം, വണ്ടി തിരിക്കുമ്പോൾ ഒരു ക്ലിപ്പ് എടുക്കണം, അങ്ങോട്ട് കയറുമ്പോൾ ഒരു ക്ലിപ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിക്കണത്. വണ്ടി നീങ്ങുമ്പോൾ ക്യാമറാമാൻ ഒപ്പം നീങ്ങണം. പിന്നെ എനിക്കാണെങ്കിൽ കുറേ പാത്രങ്ങൾ കുറച്ച് ഇട്ടോ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ ഇതേ കഴുകി ഒതുക്കുക കേട്ടോ. അപ്പം അമ്മ അതേ ഓരോ മാറ്റങ്ങളൊക്കെ വന്ന് നോക്കുകയാണ്. ഇത്രയും ദിവസമായില്ലേ. അപ്പോൾ ബാക്ക് സൈഡും എല്ലോടും നടന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നേരെ കാപ്പി എടുത്തിട്ട് ഞങ്ങളിതേ കാപ്പി പിടിക്കുക എല്ലാവരും കൂടി ഇരുന്ന്. അപ്പോൾ അവർ വരുമ്പോൾ എണ്ണക്കടികൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും ഇതേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ വിചാരിച്ചു. പോയവർ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. ഒരു മീനും ഇതൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കിച്ചുട്ടനാണെങ്കിൽ ഇത് അമ്മയുടെ അടുത്ത് കിടന്ന് ഭയങ്കര കിണുക്കാണെന്ന് കേട്ടോ. അമ്മോട് എന്തൊക്കെയോ കിടന്ന് കൂട്ടുകൂടിയോണ്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. തേജു ആണെങ്കിൽ അച്ഛന് സിനിമ വെച്ച് കൊടുക്കട്ടെ, അച്ഛൻ ബാലൻ ഫിലിം കണ്ടിട്ടുണ്ടോ, അത് കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതായിട്ട് എടുക്കണത്. ആര്യായിട്ടൊക്കെ വെച്ച് കൊടുക്കണത്. ഇത് ഞാൻ തേജുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ സ്റ്റാർട്ടിങ് എല്ലാവരുടെ കൂടി ഇരുന്ന് ലഹളയിൽ കണ്ടിട്ടേ ഇത് എന്താതൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ സ്റ്റാർട്ടിങ് കഥ. പിന്നെ എൻഡിങ് ആയിപ്പോൾ എൻഡിങ് വെച്ചൊരു ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. എന്നോടിപ്പോൾ നല്ല കൂട്ടുകൂടലായിട്ട് ഞാൻ പറയില്ലേ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോഴും ഞാനിത് എപ്പോഴും ശ്രദ്ധിച്ച് വെച്ചാൽ ഒരു വട്ടം വീട്ടിൽ പോയപ്പോൾ എത്ര തോന്നിയില്ല കേട്ടോ. പക്ഷെ വീട്ടിൽ വന്നിട്ട് ഞാൻ വെറുതെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിച്ചപ്പോൾ മൂപ്പരാൾ നല്ല ചിരി, ഭയങ്കര ചിരിയും കളിയും വർത്താനം ഒക്കെ കേട്ടാ. പിന്നെയൊക്കെ അങ്ങനെ ചിരിച്ച് കളിച്ച് കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുമല്ലോ, ഒന്നും കൂടി അവരെ കാണാനും വിളിക്കാനും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കൂട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ആര്യനെ ആയാലും വീട്ടിലേക്ക് അങ്ങനെ തേജുവിനെ കാണിച്ച് വിളിക്കുന്നല്ലാണ്ട് ഞാൻ അങ്ങനെ വിളിച്ചിപ്പോഴും സംസാരിക്കുന്ന ആളല്ല കേട്ടോ, വീഡിയോ കോളൊന്നും ചെയ്തിട്ട്. പക്ഷെ ഇവൻ്റെ ചിരിയും കളിയും കാണുമ്പോൾ വിളിക്കാണ്ടിരിക്കാൻ തോന്നൂല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂട്ടാ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇതിന് കാണാൻ തോന്നുന്നു. എൻ്റെ ചിരി ഇങ്ങനെ തോന്നൂട്ടാ, ഭയങ്കരമായിട്ട് കൂട്ടുകൂടുന്നുണ്ട് എൻ്റെ അടുത്ത്. എന്നിട്ട് ആര് പറയും ചെയ്തെന്ന് നിൻ്റെ അടുത്ത് ഭയങ്കര കിണുക്കപ്പോൾ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അന്ന് നമ്മൾ പെട്ടെന്ന് പോയില്ലേ, അങ്ങനെ കിണുക്കാൻ കണ്ടിട്ടാണ് ഞാൻ ഓടിയത് കേട്ടോ. ഇവിടെ വന്നപ്പോഴും അതെ കേട്ടോ, ഇപ്പോഴും അതെ ഭയങ്കര കിണുക്കം. ഞാൻ വിചാരിച്ചു നേരിട്ട് കാണുമ്പോൾ ഒരു പരിചയക്കേട് ഉണ്ടാവുമോ വിചാരിച്ചു. പക്ഷെ അതൊന്നുമില്ല, നേരിട്ട് കാണുമ്പോഴും അതെ നല്ല കിണുക്കാട്ട കിടന്നിട്ട്. പിന്നെ അമ്മ അതേ വേഗം മാക്സി എടുത്തിട്ടു. ഇതേ മാക്സി മനസ്സിലായ കോളർ മാക്സി, ഇന്നാളെ ഞാൻ കൊളാബിന് ഇട്ടില്ല അതാട്ടാ. പിന്നെ അന്ന് വാങ്ങിയ ഫോൺ കേസ് കുറച്ച് ലൂസായിരുന്നല്ലോ, മാറിയിട്ടല്ല കൊടുന്നപ്പോൾ ഇത് ഞാൻ പുതിയത് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു താട്ട അമ്മയ്ക്ക്. ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഇതേ കൈ ഷേപ്പ് ആക്കണം. കൈ എനിക്കും അതായിട്ട് ഇത്ര ആർക്കും കൈക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ കൈ
വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെറുതാക്കിക്കോന്നും പറഞ്ഞിട്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതായിട്ട് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ കഴുകി കട്ട് ചെയ്യാൻ നിന്നു. അപ്പോൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അമ്മ മീൻ ഫുള്ള് നന്നാക്കുക, അപ്പോൾ നാളേക്ക് പണി കുറയൂലോ എന്നും പറഞ്ഞിട്ട് അമ്മ മീൻ പണിയിലേക്ക് കിടക്കുന്നുണ്ട്. ഞാൻ ചിക്കനും റെഡിയാക്കാൻ നിന്നു. ആദ്യം ഞാൻ മീൻ വറക്കാന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു മീൻ പുളി വെക്കാൻ. ഞാനന്ന് പറഞ്ഞല്ലോ തേങ്ങ അരയ്ക്കാണ്ട് പുളിങ്കറി വെക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അപ്പം അത് വെക്കുക പറഞ്ഞുതരാമെന്നും പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ മീൻപുളി എന്നെയും കൊണ്ട് മീൻപുളി വെപ്പിക്കാനായിട്ടാണ് നോക്കണത്. അപ്പോൾ ഞാൻ ചിക്കൻ എനിക്കിങ്ങനെ കൊണ്ടുവരുമ്പോൾ ചക്ക പോലത്തെ വലിയ വലിയ ചിക്കൻ പീസാവും. സംഭവം ഒരു കറിക്കുള്ളതാണ് കട്ട് ചെയ്ത് തരിക, പക്ഷെ അതൊരു ആ ഒരു വലിപ്പം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഒന്നും കൂടിയും ചെറുതാക്കണം. അപ്പോൾ ഞാൻ കൊടുന്നേക്കാം ഒന്നും കൂടി നന്നായിട്ട് മുറിച്ച് കൊടുക്കൂട്ടോ. എനിക്ക് അങ്ങനെ കറി വെക്കുമ്പോഴും വറക്കുമ്പോഴൊക്കെ ഇഷ്ടമുള്ളൂ. എനിക്ക് എന്നാലൊരു തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായി കഴുകി എടുക്കട്ടെ ചെയ്യണത്. ഇത് കുറച്ച് നേരത്തെ പണിയാണ് ചിക്കൻ എനിക്ക് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ മുറിച്ച് കഷ്ണാക്കി സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുളിങ്കറി വെക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മീൻകറി. അപ്പോൾ അതിലേക്കുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, അതുപോലെ തന്നെ നമ്മുടെ ചില്ലി മുളക് അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കേണ്ടിട്ട് ഞാൻ അമ്മ വെക്കി വെച്ചിട്ടാണ് ഞാൻ അരിയണത്. അപ്പോൾ അമ്മ പറഞ്ഞു നീ വെച്ചോക്ക്, അന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അമ്മ വെക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ വെക്കുമ്പോഴേക്ക് ടേസ്റ്റ് തോന്നാറില്ലേന്ന്. അപ്പോൾ പറഞ്ഞു തരാം പൊടികളൊക്കെ എങ്ങനെ ഇടുന്നുണ്ടെന്നും പറഞ്ഞിട്ട് എന്നോട് തന്നെ വെച്ചോ പറഞ്ഞോണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അരിയാൻ നിന്നു. പിന്നെ നമ്മൾ ചൂടമീൻ ഇട്ടിട്ടാണ് വെക്കണത്. കുറച്ച് മീൻ വറുക്കാൻ വേണ്ടിയിട്ടും വെച്ചു. പിന്നെ ചൂടതേ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കറിക്കുള്ളതാണ്. പിന്നെ ഒരു കടയിൽ പോയി വരുമ്പോൾ ഐസ്ക്രീം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോൾ ഐസ്. ഇത് ഭയങ്കര നൊസ്റ്റു കേട്ടോ, ഞങ്ങൾക്ക് പണ്ട് അച്ഛൻ മണി മാറ്റി വരുമ്പോൾ കൊടുത്തിരുന്നതാണ് ഈ ബോൾ ഐസ്. അപ്പോൾ ആര്യ ഇതേ ബാക്കിൽ വന്നിരുന്ന് അത് കഴിക്കുന്നുണ്ട്. ഇത് ആര്യയുടെ പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. കറി വെക്കേണ്ട രീതി പറഞ്ഞപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നി കേട്ടോ. വേറെ നല്ല ഉള്ളി മുളകതൊക്കെ നന്നായി നമ്മൾ അരിഞ്ഞതൊക്കെ നന്നായി വയറ്റി എടുക്കുക. അതിലേക്ക് 1.5 സ്പൂണാണ് തോന്നുന്നു കേട്ടോ, 1-2 സ്പൂണാണ് മല്ലിപ്പൊടി ഇടുന്നത്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി കുറവ്, 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇതിട്ടിട്ട് നന്നായി പൊടി വാട്ടി, അതായത് ഫസ്റ്റ് പൊടി വാട്ടല്ലാട്ടോ ചെയ്തത്. ഈ ഉള്ളി മുളക് ഇങ്ങനത്തെ ഐറ്റംസിൽ തക്കാളി ഇതൊക്കെ ഒന്ന് വയറ്റി നന്നായി എടുത്തതിന് ശേഷമാണ് അതിലേക്കാണ് കേട്ടോ പൊടി ഇടുന്നത്. ഈ പറയണ 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വയറ്റിയിട്ടാണ് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്നത്. അങ്ങനെയായിട്ട് പുളിങ്കറി വെച്ചിട്ടുണ്ടായിരുന്നത്. പലരും പല റെസിപ്പി ആട്ടോ പറയുക. ചിലർ പറയും മല്ലിപ്പൊടി ഇത്ര ഇടരുത്, ചിലർ പറയും മല്ലിപ്പൊടി ഇത്ര ഇടണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇതാകുമ്പോൾ അമ്മ വെച്ച് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്, ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പിന്നെ അമ്മ പറയുന്ന രീതിയിൽ അങ്ങനെ വെക്കാച്ചിട്ടാണ് വെക്കണത്. കിച്ചപ്പോൾ വിൻഷേട്ടൻ്റെ തോളത്ത് കയറിയിട്ടുണ്ട്. വിൻഷേട്ടൻ മുഖം കാണിക്കണില്ല കേട്ടോ, കാരണം കരഞ്ഞാലോ എന്ന് വിചാരിച്ചതേ തോളത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക കേട്ടോ. പിന്നെ അതേ അമ്മ മീൻ വറക്കാനുള്ളതാട്ടോ, കുരുമുളക് പൊടിയും അതുപോലെ വെളുത്തുള്ളി ഒക്കെ ഇല്ലേ അതൊക്കെ കുത്തി ചതച്ചിട്ട് പരട്ടിയിട്ടാട്ടോ അമ്മ മീൻ വറക്കണത്. അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതയ്ക്കണത്. അപ്പോൾ ഇത് കറിയിലേക്കും മറ്റേത് വറക്കാനുള്ളതാണ്. പിന്നെ മറ്റേ പുയ്യാപ്പളക്കോയി അങ്ങനെ ഒരു മീനില്ലേ, നമ്മുടെ അവിടെ അങ്ങനെ പറയാം, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയാം എനിക്കറിയില്ല, അതാ ഞാൻ പേരെടുത്ത് പറയാത്തത്. ഈ ഒരു മീൻ ട്ടാ എൻ്റെ നാട്ടിൽ വേറെ പേരാ, തൃശ്ശൂർ വേറെ പേരാ പറയുക. ഇവിടെ വിൻഷാൻ്റെ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു പുരിയാപ്പളക്കോ അങ്ങനെ എന്തൊരു സാധനം ആ ഒരു പേര് കേട്ടോ. അപ്പോൾ ആ മീനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാളത്തേക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ട് അത് അവിടെ വെച്ചു. ബാക്കി ഈ ചൂടമീൻ എടുത്തിട്ടാട്ടോ കറിയും വറക്കലൊക്കെ ചെയ്യണത്. ചിക്കനും നാളെ എടുക്കുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിന്ന് വെള്ളി ചാടിന്ന് വരും, സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇത്ര വലിയ ലോങ് വീഡിയോ അല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ വായിന്ന് വെള്ളി ചാടുക മീൻസ് എന്താണ് പറയുക, ഞങ്ങളിവിടെ വെള്ളി ചാടുക എന്ന് പറയും, തെറ്റി പറയില്ലേ നമ്മളെന്തേലും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇത് പറയണമെന്നായിരിക്കും, പക്ഷെ പറഞ്ഞു വരുമ്പോൾ അത് വേറെ രീതിയിലാവും. ഇപ്പം ഇന്നാൾ അച്ഛൻ്റെ പിറന്നാൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, വിൻഷേൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ പെങ്ങളുടെ ഭാര്യ, കറുപ്പ് ഷർട്ടിട്ട ഭാര്യ, അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് സ്വാഭാവികമാണ്. അതൊക്കെ വന്നു എന്ന് വരും കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കണു. അതിനിതേ പൊടികൾ ഇട്ടു കേട്ടോ. അപ്പോൾ പൊടി ഇട്ടില്ലേ അതിലേക്ക് ഇനി നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കാട്ടോ ചെയ്യുക. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ചുട്ടനും തേജും കൂടിയിട്ട് നല്ല കളിയിലാട്ടോ. ഞാനിവരുടെ ചിരി കേട്ടിട്ടാട്ടോ ഞാനും അമ്മയോട് ഇങ്ങനെ കിച്ചണിൽ നിന്ന് വരുന്നത്, ഇവരെന്തെങ്ങനെ ചിരിക്കുന്ന വെച്ചിട്ട് നോക്കുമ്പോ എന്താ തേജുവിന്റെ തോളത്ത് വെച്ചിട്ട് നടക്കുക. ചെക്കൻ നല്ല ചിരിയാട്ടോ, അവന് എവിടെയോ എനിക്കെന്റെ ചിരി വരികട്ടോ, കാരണം അവന്റെ മുഖഭാവം കണ്ടിട്ട്. ഇങ്ങോട്ട് തിരിച്ച് വേറെ ഫോട്ടോ എടുക്കട്ടെ, ഇങ്ങോട്ട് തിരിക്കേ. യേജുവിനാണെങ്കിൽ ഒരുമാതിരി അവാർഡ് കിട്ടിയ പോലെ ആയിരുന്നുണ്ടോ, കാരണം ചിരിക്കല്ലേ എല്ലാവരും. അപ്പൊ അവൻ എന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ അവന് നടക്കണത്. തേജുവിന്റെ ക്യാരക്ടർ അങ്ങനെ കേട്ടോ, പെട്ടെന്ന് ആരുടെ അടുത്ത് അങ്ങോട്ട് സെറ്റ് ആവില്ല. എന്നാൽ അവന് കുറച്ച് ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുണ്ട്, അവരായിട്ട് എപ്പോഴും വോക്ക് ചെയ്യാൻ കേട്ടോ. പ്രത്യേകിച്ച് ആര്യാദർശം, അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അവർ വന്നാൽ അവരുടെ ഒപ്പം കെടുക്കുള്ളൂ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. മറ്റേത് ആരുടെ കൂടെയും കെടുക്കില്ല. ഇപ്പം ഞാനും മിൻഷാടിനെ കെടുക്കുകയാണെങ്കിലും മിൻഷാടിൻ്റെ ഒപ്പം എൻ്റെ കൂടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കെടുക്കുക, അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ മിൻഷാടിനേക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള പോലെ ആരുടെ ആദർശിൻ്റെ അടുത്ത് അവർ വന്ന്
കഴിഞ്ഞാൽ അവരുടെ ഒപ്പം പോയി കിടക്കും. അപ്പോൾ അവൻ എൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനെ കൂട്ടിയിട്ട് അത് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ ഇതേ മീൻ കറി ആവുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഇതേ മീൻ മറക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഇത് അമ്മ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇനി വേഗം ഫുഡ് കഴിക്കണം. അങ്ങനെയാണ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛനെ ഇപ്പം മറ്റേ ഷുഗറിൻ്റെ ഇതുള്ള കാരണം ചപ്പാത്തി കൊടുക്കുള്ളൂ. അപ്പം നമ്മൾ ഇവർ കടയിൽ പോയിട്ട് വരുമ്പോൾ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ മുട്ടക്കറിയുടെ അത് ഉരിപ്പുണ്ടായിരുന്നു. ചപ്പാത്തി മറ്റേ പാക്കറ്റില്ല, ആ ചപ്പാത്തി വാങ്ങിക്കൊണ്ട് ഒരട്ട ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ പിറ്റേന്നത്തേക്കുള്ള മാവും നമ്മൾ മറ്റേ എന്താ പറയുക പാക്കറ്റ് കിട്ടില്ലേ ദോശമാവ്, അതാട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുക വെച്ചാൽ ഇവിടെ ആദർശനൊക്കെ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ തക്കാളി ചമ്മന്തിയും കൂട്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് ഇഡ്ഡലി ആക്കാം, മാവ് ഒരു പാക്കറ്റ് വാങ്ങുമോ പറഞ്ഞപ്പോൾ അവർ അതൊക്കെ പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഞാൻ നൂൽപ്പിട്ടൊക്കെ ഉണ്ടാക്കാന്നുള്ള പ്ലാനായിരുന്നു, പക്ഷേ എനിക്ക് തോന്നിന്ന ഇഡ്ഡലി ആക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ചോറ് അമ്മ വീട്ടിൽ നിന്ന്. അപ്പോൾ 3 പാത്രത്തിലാക്കിയിട്ട ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ചോറ് തികയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു നാഴി എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇത് തികഞ്ഞു കേട്ടോ. ഏകദേശം എന്താ പറയുക എല്ലാവർക്കും ഉള്ളത് ഉണ്ടായിരുന്നു. നമുക്ക് പുതിയത് വെച്ച് ചോറ് എടുക്കേണ്ടി വന്നില്ല. അതാട്ടോ ഞാനിങ്ങനെ വാരാൻ വെച്ചിരിക്കണത്. അപ്പം ഞാൻ അത് നിറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ദൈവമേ ചോറുണ്ടല്ലോ തികഞ്ഞുല്ലോ എന്നൊക്കെ കേട്ടോ ഇൻഷാൻ്റെ അടുത്ത് പറയണത്. പിന്നെ നേരെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം, അതൊക്കെ ഒന്ന് കഴുകണം. അങ്ങനെ കുറച്ചും കൂടി അമ്മ ഓൾറെഡി ക്ലീൻ ആക്കി എല്ലാം കഴുകി വെച്ച് പോയി. പിന്നെ ഞാനായിട്ട് പരത്തുന്ന കുറച്ച് പാത്രങ്ങളാട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണേ. അങ്ങനെ ഇതേ ലാസ്റ്റത്തെ ഇട്ടിട്ടുള്ള ഈ മീൻ കേട്ടോ, അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണണം കേട്ടോ. ഇൻഷാട്ടിനോ അതായിട്ട് ഇങ്ങനെ മീൻ നന്നായി മുരിച്ച്, ഞാൻ പറയാറില്ലേ ചൂടമീൻ, പ്രത്യേകിച്ച് ചൂടയും മത്തിയും ഇങ്ങനെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ ഇത് അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന കറി കേട്ടോ. അപ്പോൾ അവിടെ മോരുകറി ആയിരുന്നു അത്ര. അതായത് എന്താ ചേമ്പുന്നുണ്ടോ അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള മോരുകറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ മോരുകറി. അപ്പോൾ അത് ഇതുണ്ടൊക്കെയാണെങ്കിൽ മണക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ അയ്യോ വായേന്ന് വെള്ളം വരണ്ട് പറഞ്ഞിട്ട് വിൻഷായിട്ട് മണക്കാൻ കൊടുക്കുകയാണ്. അപ്പം ഇനി അത് കൂട്ടി കഴിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ണീനെ ഉറക്കാൻ പറഞ്ഞിരുത്തിട്ടോ, കാരണം തൊട്ടില്ലല്ലോ. അപ്പം അമ്മ എത്ര ആട്ടിയിട്ടും ഉറങ്ങണില്ല. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഉറക്കി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആട്ടാ കേട്ടോ. അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആട്ടിയപ്പോൾ ആൾ വേഗം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ആട്ടി ഉറക്കാൻ നോക്കി. പിന്നെ ആദർശും പിന്നെ ആദർശും നമ്മുടെ ആര്യയും ഇൻഷാട്ടനും തേജൊക്കെ അതേ കഴിക്കായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഒപ്പരിക്കാൻ പറഞ്ഞു. ഇവരാദ്യമായിരുന്നു. പിന്നെ അച്ഛൻ്റെ TV കണ്ടിട്ടാട്ടോ കഴിക്കണത്. തേജു ആണെങ്കിൽ അച്ഛനെ പിടിച്ചിട്ട് ബാലൻ മൂവിയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടാട്ടോ അച്ഛൻ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കൽ കഴിഞ്ഞ് ചെക്കനെ അതേ ഞാൻ ഉറക്കിയിട്ടോ. ഞാൻ ഉറക്കിയിട്ട് ഇതേ കൊടുന്ന് കെടുത്തി തേജുവിനെ കാവലിരുത്തിയേക്കാം കേട്ടോ. കാരണം ആര് കുളിക്കാൻ പോയിക്കാണ്. തലോണ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ കമന്ന് തുടങ്ങിയിട്ടുണ്ട്. കമന്നിട്ട് ഇനി ഇപ്പുറത്തേക്ക് എങ്ങാനും പറഞ്ഞു ഇപ്പം നോക്കേണ്ട സമയമാണ്. കമലിൽ കുറച്ച് കൂടുതൽ. അതിൻ്റെ ഇടയ്ക്ക് തലടിച്ചിട്ടുണ്ടായിരുന്നു. കമന്നപ്പോൾ തല ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് നല്ലൊരു കരച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തേജുവിനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് ഇതേ ചോറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ മോര് കറിയായിട്ട് എടുത്തത്. കാരണം എനിക്ക് ഞാൻ വെച്ച കറി സത്യം പറയലേക്ക് രസം ഉണ്ടാവില്ല അങ്ങനെ ഇട്ടേക്ക് തോന്നണത്. അതുകൊണ്ട് അമ്മ കൊടുന്ന മോര് കറിയായിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ മീൻ കറി എടുത്ത് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി. ഇപ്പം എനിക്കിങ്ങനെ ടേസ്റ്റ് തോന്നും, ഇഷ്ടമാവും. ഇനി ഞാൻ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ, കൊളാക്കും. എൻ്റെ ഒരു പ്രത്യേകത അതാ. ഞാൻ എന്തൊരു സാധനം ടെൻഷൻ അടിച്ച് ഫസ്റ്റ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെക്ക് അഹങ്കാരമായി ഇത് വെച്ചാൽ രസമാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ വെക്കും, അതങ്ങോട്ട് കൊള്ളാം. അതാണ് എൻ്റെ പതിവ് കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനൊന്ന് അടിച്ചോരി കേട്ടോ. കാരണം നമ്മളെ സ്നാക്സും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആകെ ഇങ്ങനെ പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ അടിച്ചില്ലെങ്കിൽ നാളത്തേക്ക് ഉറുമ്പ് വന്ന് അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഞാൻ അടിച്ച് തുടച്ചിട്ടാട്ടോ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആദർശിനതേ നമ്മുടെ തേജു ഭയങ്കരമായിട്ടുള്ള മേക്കപ്പിലാണ് കേട്ടോ. ആദർശാണ് ഇപ്പം മെയിൻ പുള്ളി തേജുവിൻ്റെ. ആദർശാണെങ്കിൽ കിടന്ന് കൊടുക്കും ചെയ്യും പിരുക എഴുതാനും കണ്ണെഴുതാനൊക്കെ. അപ്പോൾ അത് അവിടെ ദിഗംബരനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ തുടച്ചിട്ടു. എനിക്കാണെങ്കിൽ അടിച്ചൊരു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നാളേക്ക് പണിയൊന്ന് കുറയും ചെയ്യുമല്ലോ. പിന്നെ അതെന്താ വെച്ചാൽ എല്ലാവരും കൂടിയിട്ടല്ലേ. ഇപ്പം ഞാനും ഇൻഷാട്ടിനും തേജു ഉള്ള പോലെ അല്ല. എല്ലാവരും കൂടുമ്പോൾ അതിനനുസരിച്ച് തിരക്കും അതിൻ്റെ ഒരു ഇതും വരും, ക്ലീനിങ്ങിൻ്റെ പരിപാടിയും വരും. അപ്പോൾ ഞാൻ തുടച്ചിട്ടു. പിന്നെ അച്ഛൻ ഹോളിൽ കിടക്കുന്നുണ്ട്. അച്ഛൻ ഹോളിൽ എടുക്കാൻ പറഞ്ഞിട്ട് സോഫയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ സിനിമ കണ്ടിട്ട് അപ്പം ഇനി അങ്ങോട്ട് ഉറുമ്പ് കയറണ്ടാച്ചിട്ട് മൊത്തത്തിലൊന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി എണ്ണക്കടിയൊക്കെ കഴിച്ചിട്ടേ. പിന്നെ ഇതേ അമ്മ തുണികളിക്ക് മടക്കി വയ്ക്കാണ്ടായിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ പോകുമ്പോൾ തുണി തോരടാൻ വേണ്ടിയിട്ട് എല്ലാ തുണികളും കൊണ്ടുവന്ന് കട്ടിൽ മടും കേട്ടോ. അപ്പോൾ ഈ റൂമിൽ കിടക്കാത്ത കാരണം ഞാനിത് അങ്ങനെ ഇടുക ചെയ്യുക. പിന്നെ എൻ്റെ ക്യാപ്പിനനുസരിച്ചിട്ട് മടക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഈ റൂമിൻ്റെയും കൂടി ആവശ്യം വരും കേട്ടോ എല്ലാവരും ഉള്ള കാരണം. അപ്പോൾ പിന്നെ അമ്മ ഇതെല്ലാം മടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ലാസ്റ്റിക്ക് ഞാൻ ചെല്ലുമ്പോഴേക്കും അമ്മ ഒക്കെ മടക്കി കഴിഞ്ഞേക്കണു. അപ്പം ഞാൻ അതാത് സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. തേജു പിന്നെ വേഗം ഇവരുടെ കൂടെ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പോയിട്ട് ആദ്യം കുറേ നേരം ചോദിച്ചു ഞാൻ എവിടെയൊക്കെ എടുക്കുക, ഉണ്ണീനെ എവിടെ കിടത്തും, അപ്പം ഞാൻ എവിടെയൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിൻ്റെ ആരുടെ നടുക്ക് പോയി കിടന്നിട്ടുണ്ട്. അതിന് ഇവർ വന്നാൽ ഇവരുടെ കൂടെ അത് അവിടെ പോയാലോ അതേട്ടാ അവരുടെ കൂടെ തന്നെ കിടക്കുക കൂടുതലും അതേട്ടാ ഏറ്റവും ഇഷ്ടം, പ്രത്യേകിച്ച് ആദർശിൻ്റെ അടുത്ത്. അങ്ങനെ എല്ലാവരും ഇത് ഓരോ സൈഡായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ നാളത്തെ വ്ളോഗ് സൺഡേ വ്ളോഗ് ആയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.